മമ്മി, അവൾ ഇതുവരെ വന്നില്ലല്ലോ. അവള് നമ്മളെ ചതിക്കോ? ചതിച്ച കാലിന് ദാനം ചെയ്യും ഞാൻ അവളെ. മമ്മി, അവളെ ഒന്ന് വിളിച്ചു നോക്കിയേ. അരുന്ധതി മാഡാണല്ലോ. ഞാനിപ്പോ എന്ത് ചെയ്യും? മാഡം. എന്താടി, നീ എവിടെ വരെയായി? മാഡം, ഞാൻ... എന്താടി മൊഴിയാൻ ഇത്ര താമസം? മാഡം, ഞാൻ ഇറങ്ങിയിട്ടില്ല. ഇറങ്ങിയിട്ടില്ലെന്നോ? അയ്യോ, ദേ, എന്റെ കുഞ്ഞിന്റെ ജീവിതം തകർക്കാനാണോ നിന്റെ പ്ലാൻ? മാഡം, ഞാനും വിസ്മയം റെക്കോർഡിസ്റ്റും സ്റ്റുഡിയോയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നീ ഒരു വണ്ടി വിളിച്ച് വേഗം ഇങ്ങോട്ട് വാ. അതോ ഞാൻ ആനന്ദ നിലയത്തിലേക്ക് വന്ന് എഗ്രിമെന്റ് എല്ലാവരെയും കാണിച്ച് നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണോ? വേണ്ട മാഡം, വേണ്ട. ഞാൻ വന്നോളാം. വന്നോളണം, 1/2 മണിക്കൂറിനകം. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. അവള് വരും. അവളെ ഞാൻ ഇവിടെ വരുത്തും. അമ്മ, ചായ. ഒരാള് മുറിയിൽ പനിച്ചു കിടക്കുന്നു പറയുന്നു. ഇവിടെ അവളുടെ ആൾ അമൃതയാ. അവളാണെങ്കിൽ അവളുടെ വീട്ടിൽ പോയിരിക്കുക. ഇവിടിപ്പോ മറ്റാരും ഇല്ലാത്ത സ്ഥിതിക്ക് തിരക്കില്ലെങ്കിൽ പ്രശ്നാവോ? എന്ത് പ്രശ്നം? അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ലേ? അവൾ ആ മുറി കിടന്ന് ചത്തുപോകുന്നാണോ അമ്മ കരുതുന്നേ? അമ്മേ, അവക്കൊരു പനിയുമില്ല, ചുമയുമില്ല. ഒക്കെ ഒരു തട്ടിപ്പ്, വെറും തട്ടിപ്പ്. അഖിയുടെയും ഏട്ടന്മാരുടെയും അച്ഛന്റെ ഒക്കെ സ്നേഹം കിട്ടാൻ വേണ്ടി കാണിക്കുന്ന ഒരു തരം സൈക്കോളജിക്കൽ മൂവ്മെന്റ്. ഇവള് വെറും ലോ ക്ലാസ് തരികിടയാണമ്മേ. മറ്റുള്ളവരെ പറ്റിക്കാൻ ഇവളെപ്പോലെ മിടുക്കുള്ള മറ്റാരും ഈ ഭൂമിയിലില്ല. അത് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. എന്ത് ചെയ്യാം, എന്റെ മോന്റെ തലയിൽ വന്ന് പെട്ടുപോയില്ലേ, സഹിക്കാതെ തരവില്ലല്ലോ. സഹിക്കരുത്. ഒരുപാട് പരിഹാര മാർഗങ്ങളുണ്ട്. അടിച്ച് പുറത്ത് കളയണം അവളെ. ദോ വരുന്നു. ആ, നിനക്ക് പനിയാണെന്ന് പറഞ്ഞു. പനിയുണ്ടെങ്കിൽ അങ്ങോട്ട് മാറി നിൽക്കും. വെറുതെ മറ്റുള്ളവർക്ക് കൂടി അത് പകർത്തരുത്. പകരാൻ പനി ഉണ്ടായിട്ട് വേണ്ടേ അമ്മേ? എനിക്ക് അസുഖം കുറഞ്ഞമ്മേ. പിന്നെ ഞാനൊരു സ്ഥലം വരെ പോവാ. എവിടെ? അതും പോകുന്ന സ്ഥലം അറിയില്ലേ? ഞാൻ എൻ്റെ അച്ഛനെ ഒന്ന് കാണാൻ പോവാ. ഞാൻ പോയിട്ട് വരട്ടെ അമ്മേ. നീ ഏത് നരകത്തിൽ പോയാലും എനിക്കൊന്നുമില്ല. എന്റെ അനുവാദം കിട്ടിയിട്ട് നീ പോകുകയും വേണ്ട. അച്ഛൻ എന്നെ കാത്തു നിൽക്കുക. ഞാൻ പോയിട്ട് വരാം. കണ്ടില്ലേ കണ്ടില്ലേ, അവളുടെ ധിക്കാരം കണ്ടില്ലേ? അമ്മയുടെ അനുവാദമൊന്നും വേണ്ട, ഞാൻ പോകുന്നല്ലേ അവളെ കാണിച്ചതിന്റെ അർത്ഥം. എന്ത് വേണമെങ്കിലും കാണിക്കട്ടെന്ന് ആര് ചോദിക്കാൻ ഇവളോടൊക്കെ? അവഗണിച്ചതിനെയൊക്കെ ഞാൻ പരിഗണിക്കുന്ന എന്തിനാ? എന്നാലും ഇളയ മകന്റെ ഭാര്യയല്ലമ്മേ. ഇവളിങ്ങനെ നാട്ടിലുടനീളം പറന്നു നടന്ന് നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിച്ച അതിന്റെയൊക്കെ കുറച്ചില് നമ്മുടെ വീടിനാ.
ഇതൊരു കൂട്ടുകുടുംബ. ചെളി തെറിക്കുന്നതേ ഒരാളുടെ മാത്രം മേത്തോട്ടല്ല, എല്ലാവരുടെയും മുഖത്തോട്ടാ. ഈ ഒരു കല്യാണത്തോടെ തന്നെ എന്റെ അന്തസ്സും അഭിമാനമൊക്കെ തകർന്നില്ലേ മോളെ? എനിക്കിപ്പോ പുറത്തോട്ടിറങ്ങാൻ തന്നെ പേടിയാ. അമ്മ, ഒന്നുകിൽ ഇവൾ ഇതിനകത്ത് തളച്ചിടണം, അല്ലെങ്കിൽ അടിച്ച് വെളിയിൽ തള്ളി ചാണകം തളിക്കണം. എന്നാലേ ആനന്ദ നിലയത്തിന്റെ അന്തസ് ബാക്കിയുള്ളതെങ്കിലും നിലനിൽക്കൂ. അഖി ഒരു ഉറച്ച നിലപാട് എടുത്തു പോയില്ലേ മോളെ? എന്ത് നിലപാട്? പെറ്റമ്മ വിചാരിച്ച നടക്കാത്ത കാര്യമുണ്ടോ? അമ്മ സ്നേഹം കൊണ്ട് അവനെ തടവിലാക്കണം. എന്നിട്ട് പതുക്കെ പതുക്കെ ഇവളെ അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. അതേ ഇനി രക്ഷയുള്ളൂ. ചേട്ടാ ചേട്ടാ കുറച്ച് സ്പീഡിൽ വിടാവോ? കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ടാ. ആ ശരി. ഷോ, അവൾ ഇതുവരെ വന്നില്ലല്ലോ മമ്മി. അവള് വരും, നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ വിവേക് വന്നോ? ഹായ്. ഹായ്. നേരത്തെ എത്തിയോ രണ്ടുപേരും? ഇല്ല, ഇപ്പൊ വന്നതേ ഉള്ളൂ. ആ വിസ്മയ, പാട്ടൊക്കെ പഠിച്ചോ? പഠിച്ചു. പിന്നെ വേറൊരു കാര്യം, പേഴ്സണൽ മാറ്റേഴ്സ് ഒക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. അതുപോരെ? അത് മതി. അപ്പൊ പിന്നെ നമുക്കങ്ങ് തുടങ്ങിയാലോ? വിസ്മയ തന്നെ ആദ്യം പാടട്ടെ. എന്താ, എന്തു പറ്റി? ഏയ്, അവൾക്ക് ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. രാഹുകാലം കഴിഞ്ഞേ ഇവള് പാടൂ. അങ്ങനെയൊക്കെ ഉണ്ടോ? എല്ലാ സ്റ്റുഡിയോയിലും ചെന്ന് കഴിഞ്ഞാ ഇതൊന്നും നടക്കില്ല കേട്ടോ. മാത്രമല്ല, എനിക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാൻ വേണം. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? അതെ, ഒരു കാര്യം ചെയ്യാം സാർ. ആ നമുക്കാദ്യം വിവേക് സാറിന്റെ പോർഷൻ ഒന്ന് നോക്കാം. ആ അത് കൊള്ളാം. കറക്റ്റ്, അത് മതി. വരണം സാർ, വരും. ആ അവള് ചതിക്കോ മമ്മി? ചതിച്ച കൊട്ടേഷൻ കൊടുത്ത് ഞാൻ അവളെ തട്ടിക്കളയും. 10 ലക്ഷത്തിന്റെ കൂടെ ഒരു 10 കൂടി പോയിക്കോട്ടെ. നീ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് മനസ്സിലായില്ലേ? അവൾ ഇവിടുന്ന് നുണ പറഞ്ഞ് തന്നെയാ പോയിരിക്കുന്നെ. അവളെ അച്ഛനെ കാണാനൊന്നും അല്ല പോയിരിക്കുന്നെ. പിന്നെ എവിടേക്കായിരിക്കും അവള് പോയിരിക്കുന്നേ? അവൾക്കാണോ പോവാൻ ഇടമില്ലാത്തത്? അവള് നമ്മൾ വിചാരിക്കുന്ന ആളൊന്നും അല്ലമ്മേ. അമ്മ കണ്ടിട്ടില്ലേ, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവൾ ഇങ്ങനൊക്കെ തന്നെ ആയിരുന്നു. ആ അനിയൻ ചെറുക്കനുമായിട്ടുള്ള കറങ്ങി നടപ്പൊക്കെ കണ്ടിട്ടില്ലേ? എന്ത് ചെയ്യാം, നശിച്ചെല്ലാം വന്ന് നമ്മുടെ ചെറുക്കന്റെ തലയിൽ കയറിയില്ലേ? അനുഭവിച്ചല്ലേ പറ്റൂ. ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, അവള് പോയിരിക്കുന്നതേ അവളുടെ വീട്ടിലേക്കായിരിക്കില്ല. അമ്മ അഖിയൊന്ന് വിളിച്ചു പറ, അവൾ ഇങ്ങനെ ചോദിക്കാതെയും പറയാതെയും എവിടെ പോയതാന്ന്. ഏയ്, അത് വേണ്ട. അവൾ അവളുടെ വീട്ടിലേക്ക് തന്നെയാ പോയിരിക്കുന്നെങ്കിൽ നമ്മൾ പറയുന്നത് കുഴപ്പമാകും. നമുക്കാദ്യം അവളുടെ അച്ഛനെ തന്നെ വിളിച്ചു ചോദിക്കാം. ആ അത് മതി. അവൾ അവിടെ ചെന്നിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ അഖിയെ വിളിച്ചറിയിക്കണം. ശരി. എന്നാ അമ്മ എത്രയും പെട്ടെന്ന് അയാളെ വിളിക്ക്, അവളുടെ അച്ഛനെ.
അച്ഛാ ആ എന്താ മോളെ? ദേ അച്ഛന് ഫോൺ. ദാ അച്ഛാ ഇപ്പൊ കട്ടാവും. വസുന്ധരാമയാണല്ലോ. ഹലോ, ശ്യാമ അങ്ങോട്ട് വരുന്നുണ്ടോ? നിങ്ങൾ അവളെ വിളിച്ചിരുന്നോ? ശ്യാമ വിളിച്ചില്ലല്ലോ. അവളെ വിളിച്ചില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ശ്യാമ വിളിച്ചോന്ന് ചോദിക്കാൻ എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ. അല്ല വസുന്ധരാമേ, എനിക്കൊരു മണ്ടത്തരം പറ്റിയതാ. ശ്യാമ വിളിച്ചിരുന്നു. എന്നെയല്ല, ദേവകിയെ വിളിച്ചത്. ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ പറയുന്നു അവള് ദേവകിയെ വിളിച്ചിരുന്നു, അങ്ങോട്ട് ചെല്ലുന്നുണ്ടെന്ന്. ഇതിലെന്തോ തരികിടയുണ്ട്. എന്താ വസുന്ധരാമേ, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? ഏയ് ഒന്നുമില്ല. അവക്ക് പനിയായിരുന്നല്ലോ. അവള് അങ്ങോട്ട് വരുന്നോന്ന് പറഞ്ഞാ എവിടുന്ന് പോയത്. അതാ ഞാൻ വിളിച്ചേ. അച്ഛൻ എന്തിനാ അവളെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞത്? ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ. അവിടെ ഇവിടെയും എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇതറിഞ്ഞിട്ട് തന്നെ കാര്യം. എന്താ അമ്മ ആലോചിക്കുന്നേ? അയാൾ ആദ്യം പറഞ്ഞു വിളിച്ചില്ലെന്ന്, പിന്നെ പറഞ്ഞു വിളിച്ചുന്ന്. ഇതൊക്കെ ഒത്തുകളിയാമേ. എല്ലാം കള്ളക്കൂട്ടങ്ങളാ. നീര് നെറിയില്ലാത്ത കള്ളക്കൂട്ടങ്ങള്. എടക്കയും ചെണ്ടയും ഉടുക്കും മദ്ദളവും മണ്ണാങ്കട്ടയൊക്കെ ഒന്നും നേര് പറയില്ല. എല്ലാത്തിന്റെ മുഖത്തേക്ക് നോക്കിയാ നമുക്കാർക്കും കഞ്ഞി കുടിക്കാൻ പോലും തോന്നില്ല. അത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ച നാശങ്ങളാ. പരിചയമില്ലാത്ത നമ്പറാണല്ലോ. അമ്മ എടുക്ക്. ഹലോ ഹലോ, ഞാനാ ജയന്തി, ശ്യാമയുടെ നാത്തൂൻ. ഇണ്ടംപരത്തിലെ ജയന്തി. ജയന്തിയോ? അതെ, ജയന്തി. ശ്യാമയുടെ നാത്തൂൻ ജയന്തിയാ. എന്തിനാ? ഇങ്ങോട്ട് മോഷ്ടിക്കാൻ വരട്ടെ എന്ന് ചോദിക്കാനാണോ? ഐശ്വര്യ. ആ എന്താ ജയന്തി? കുറച്ചു മുമ്പ് ഇങ്ങോട്ട് വിളിച്ചിരുന്നില്ലേ, ശ്യാമ വന്നോന്ന് ചോദിച്ച്? ആ വിളിച്ചിരുന്നു. ഞാനാ സമയത്തെ അത് കേട്ടതുകൊണ്ടാ പറയുന്നേ. ഒന്നും തോന്നല്ലേ. എന്തു തോന്നാൻ? ജയന്തി പറയാനുള്ളത് പറയൂ. ശ്യാമ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞതും അവൾ ഇങ്ങോട്ട് വരുന്നു എന്ന് അച്ഛൻ പറഞ്ഞതും ഒക്കെ അത് വെറും പച്ച കള്ളവാ. അവൾ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. ഇനി വരികയേയില്ല. ഈ പ്രായമുള്ള മനുഷ്യര് പോലും ഇങ്ങനെ കണ്ണു പൊട്ടുന്ന നുണ പറയുന്ന കേട്ടിട്ട് എനിക്ക് സഹിച്ചില്ല. അതാ ഞാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്. എന്തായാലും പറഞ്ഞത് നന്നായി ജയന്തി. നിങ്ങളെപ്പോലുള്ള സത്യസന്ധരായ മനുഷ്യരെടുത്തേ കള്ളം പറയുന്നതൊക്കെ ചതിയ. ഞങ്ങൾ ഇണ്ടംപരത്തി തറവാട്ടുകാര് ആരോടും നുണയും പരദൂഷണമൊന്നും പറയില്ല എന്ന് വയ്ക്കട്ടെ. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ മനസ്സിന് എന്തൊരാശ്വാസം.
എന്താ അമ്മേ ആ ഇണ്ടംബരത്തി പറഞ്ഞത്? ആ വാസുദേവൻ എന്നോട് പറഞ്ഞത് നുണയാ. അവളങ്ങോട്ട് വിളിച്ചിട്ടുമില്ല, അവൾ അവിടെ ചെന്നിട്ടുമില്ല. ഇപ്പോ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നീ പറഞ്ഞത് ശരി തന്നെയാ. അവൾ അത്തരക്കാരിയാണമ്മേ. എനിക്കറിയാം അവളെ. അവൾ എന്റെ കുഞ്ഞിനെ ചതിക്കുകയാണല്ലോ ഈശ്വര. വേഗം അഖിനെ വിളിച്ച് പറയാമേ അവളുടെ ഈ തോന്നിവാസം. അമ്മ വേഗം വിളിച്ച് പറ. അമ്മ. ആ അമ്മേ, എന്താ അമ്മേ, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? മോനെ അഖി, നിന്റെ ഭാര്യ എന്ന് പറയുന്നവളെ ഒരുങ്ങി കെട്ടി പുറത്തേക്ക് പോയിരിക്കുക. പുറത്തേക്ക് പോയെന്നോ? അതെ. അവക്കിപ്പോ പനിയില്ല, ഒരു അസുഖവും ഇല്ല, ആരോടും ഒരു ചോദ്യവും പറച്ചിലുമില്ല. ഇറങ്ങിയൊരൊറ്റ പോക്ക. ഇതൊക്കെ ഏത് വീട്ടിൽ നടക്കും? അവളെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ നിനക്ക് മാത്രമല്ല, ഈ കുടുംബത്തിന്റെയും അന്തസ്സും അഭിമാനവും ഒക്കെ പോകും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇന്നഖി രണ്ടിലൊന്ന് തീരുമാനിക്കും. മിക്കവാറും അവൾ ആ കൃഷ്ണന്റെ പ്രതിമയെടുത്ത് വീട്ടിലേക്ക് കെട്ടുകെട്ടും. ആ രംഗം ഒന്ന് കാണാൻ കൊതിയാവുക. ഓ മൈ ഗോഡ്, എന്റെ ആഗ്രഹം വേഗം ഒന്ന് നടത്തി തരണേ. മമ്മി, എല്ലാം കയ്യിന്ന് പോയി. ഇവിടുത്തെ എവിടെയാ? സമയം വൈകാണല്ലോ. എല്ലാം ഇന്ന് അവസാനിക്കും. അവള് ചതിച്ചെന്നാ തോന്നുന്നേ മമ്മി. മോളെ ടെൻഷൻ ആവല്ലേ? വിസ്മയം, നമുക്ക് തുടങ്ങണ്ടേ? സമയം വൈകിട്ടോ? ആ മോനെ, ഇപ്പൊ തുടങ്ങാം. ഇപ്പൊ തുടങ്ങാം നമുക്ക്. അത് പിന്നെ മാഡം, റെക്കോർഡിംഗ് കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു സ്ഥലം വരെ പോകാനുള്ളതാണ്. വിസ്മയുടെ പോഷൻ കൂടി കേട്ടിട്ട് വേണം പോകാനെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇപ്പൊ തന്നെ തുടങ്ങാം മോനെ. ഇവൾക്കേ ചെറിയൊരു തലചുറ്റല്. അതിനൊരു ടാബ്ലറ്റ് കൊടുത്തിട്ട് അതൊന്ന് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാ. അയ്യോ, ഇതെന്ത് പറ്റി മോളെ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഹോസ്പിറ്റലിൽ പോണോ? ഏയ്, അതൊന്നും വേണ്ട. ഇത് പാടുന്നതിന്റെ ഒരു ടെൻഷനാ. ഇത് പെട്ടെന്ന് മാറും. മോളെ, പോയി വർക്ക് പൂർത്തിയാക്കിക്കോ. അപ്പോഴേക്കും ഇവളെ ഓക്കെ ആവും. ഓക്കെ മാം, ഞാനെന്നാ പോയിട്ട് ഞാൻ പാടിൻ്റെ ഫൈനലൊന്ന് കേട്ടിട്ട് വരാം. ആ ശരി. മോളെ, മോളെ വിസ്മയ, മാഡം, എവിടായിരുന്നു ഇത്ര നേരം? അത് മാഡം, ഞാൻ അവിടെ നിന്ന് കഥയൊന്നും പറയണ്ട. ദേ, ഇവിടെയാ മുറി. പെട്ടെന്ന് ചെല്ല്.